കേരള സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ അധ്യക്ഷൻ ശ്രീ ടി.പി. ദാസനാണ് ഇന്ന് വ്യൂ പോയിന്റിൽ എൻ്റെ അതിഥി. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് സ്പോർട്സ് കൗൺസിലിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ അഴിമതി ആരോപണങ്ങളിലും സമഗ്രമായ അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് അഞ്ജു ബോബി ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ച് ഒഴിഞ്ഞുപോയത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനായിരുന്ന ടി.പി. ദാസന് മേലായിരുന്നു സ്പോർട്സ് ലോട്ടറി വിൽപ്പനയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിറഞ്ഞു വീണത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ശ്രീ ടി.പി. ദാസൻ വ്യൂ പോയിന്റിലെത്തുന്നത്. സർ, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. ശ്രീ ടി.പി. ദാസൻ, എല്ലാ കാര്യങ്ങളിലും എല്ലാത്തരം ആരോപണങ്ങളിലും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള അനധികൃത നിയമനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വരുന്ന സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾ, ഇക്കാര്യങ്ങളിലൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് സർക്കാരിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അഞ്ജു ബോബി ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ച് പോയത്. താങ്കൾ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്തായിരിക്കും താങ്കൾ സ്വീകരിക്കുന്ന നിലപാട്? അന്വേഷണത്തെ 100% സ്വാഗതം ചെയ്യും. വിജിലൻസ് അന്വേഷണത്തെ മാത്രമല്ല, ഈ 10 കൊല്ലത്തെ ഉത്തരവാദിത്വം ഇരിക്കില്ല. കാരണം ഞാൻ 2011 വരെ ഉള്ളൂ എൻ്റെ കാലാവധി. അതിൻ്റെ ശേഷം UDF ഗവൺമെൻറ്റാണ്. അന്ന് പത്മിനി തോമസ് ആയിരുന്നു പ്രസിഡൻറ്റ്. അപ്പോൾ ഈ 10 കൊല്ലം എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്നത് 10 കൊല്ലത്തിന് മുമ്പാണ്. ഈ അഞ്ജു ബോബി ജോർജ് പറഞ്ഞ മൂന്നാർ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത് 10 കൊല്ലത്തിന് മുമ്പാണ്. മൂന്നാറിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉണ്ടാക്കുന്നത്. അത് ഒരു ശാസ്ത്രീയവുമല്ലാത്ത രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ സർ, ഞാൻ അഞ്ജു ബോബി ജോർജ് മന്ത്രി E.P. ജയരാജന് കൊടുത്തിട്ടുള്ള കത്തിൻ്റെ ഒരു രൂപം എൻ്റെ കയ്യിലുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, സ്പോർട്സ് വികസനത്തിന് ഒരു ലോട്ടറിയുടെ കാര്യം സാറിന് ഓർമ്മയുണ്ടോ? മന്ത്രിക്കുള്ളതാണ്. 24 കോടി പിരിച്ചു, 22 കോടി ചിലവായി എഴുതിത്തള്ളി, ബാക്കി 2 കോടി രൂപ ഇതുവരെ കൗൺസിൽ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതല്ലേ സർ? എൻ്റെ കൂടി പടം വെച്ചടിച്ച ലോട്ടറിയിൽ നിന്നാണ് ചിലർക്ക് അഴിമതിയുടെ ബമ്പർ ഇടിച്ചത്. ആ ബമ്പർ അടിച്ചത് ശ്രീ ടി.പി. ദാസൻ താങ്കൾക്കാണെന്നാണ് ആരോപണം. ഒരിക്കലും ശരിയല്ല. കാരണം പറഞ്ഞ ഫിഗർ തന്നെ തെറ്റാ. ലോട്ടറിയുടെ മൊത്തം വരവാണെങ്കിൽ അത് 29 കോടി സംതിങ് ആണ്. അത് ഗവൺമെൻറ്റിലേക്കുള്ളതാണ്. ഗവൺമെൻറ്റാണ്. 24 കോടി സ്പോർട്സ് കൗൺസിലിന് വരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ മുഖേന വരവുണ്ടായിട്ടില്ല. പിന്നെ 2 കോടി കാണുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ ഏത് ഫയൽ നോക്കിയിട്ടാണ്, ആരാണ് പിന്നെ ഇവർക്കിത് പറഞ്ഞു കൊടുത്തതെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. സമ്മാനത്തുക എന്തിനാണ് പിടിച്ചു വെച്ചത്? സമ്മാനത്തുക പിടിച്ചു വെച്ചത് സ്പോർട്സ് കൗൺസിലല്ല, ഗവൺമെൻറ്റാണ്, ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റാണ്. 2 അവകാശികൾ വന്നു സമ്മാനത്തുകയ്ക്ക്. ഓങ്ങന്നൂർ, പാലക്കാട് ജില്ലയിലെ ഓങ്ങന്നൂർ പഞ്ചായത്തിലാണ് വിൽക്കാൻ ബാക്കിയുള്ള പഞ്ചായത്തിൻ്റെ ടിക്കറ്റിലാണ് പ്രൈസ് അടിച്ചത്. അപ്പോൾ പഞ്ചായത്ത് ബോർഡ് പറഞ്ഞു ഈ 2 കോടി രൂപ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചിലവാക്കണം. സ്റ്റാഫ് പറഞ്ഞു ഞങ്ങളത് മാറ്റി വെച്ച ടിക്കറ്റാണ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവസാനം ഹൈക്കോടതിയുടെ മുമ്പിലാണ് ഇപ്പോഴും പ്രശ്നമുള്ളത്. ഈ തുക, ഈ സമ്മാനത്തുക ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. സർക്കാരാണല്ലോ ഈ ലോട്ടറിയുടെ നടത്തിപ്പുകാർ. ഇതിനിടയിൽ സ്പോർട്സ് കൗൺസിലിന്റെ റോൾ എന്തായിരുന്നു? താങ്കൾ അധ്യക്ഷനായിരുന്ന സ്പോർട്സ് കൗൺസിലിന്റെ റോൾ? നമ്മൾ അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ പ്രചരണം നടത്തി നല്ല രീതിയിൽ ടിക്കറ്റ് വിൽക്കുക, ഒരു സ്പെഷ്യൽ ഏജൻ്റായി സ്പോർട്സ് കൗൺസിലിനെ ഗവൺമെൻറ് നിശ്ചയിച്ചു. അതാണ് അഞ്ജു ബോബി ജോർജും പറഞ്ഞത്. അവരുടെ തന്നെ ചിത്രങ്ങൾ അടിച്ചു വെച്ചിട്ടുള്ള സ്പെഷ്യൽ അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ഒത്തുപോകുന്നില്ല എന്നാണ്. ഒരു പ്രകാരത്തിലും ഒത്തുപോകാത്ത പ്രശ്നമില്ല. കറക്റ്റായിട്ട് ഓഫീസിൽ എൻ്റെ വരവുകൾ കണക്കുണ്ട്, എല്ലാ റെക്കോർഡുള്ള ഓഫീസിലുണ്ട്. ഒരു പ്രകാരത്തിലുള്ള തിരിമറിയും അതിൻ്റെ അകത്ത് നടന്നിട്ടില്ല. പിന്നെ ആരാണ് താങ്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? പറയാൻ കഴിയില്ല. എന്താണ് അവരുടെ ഉദ്ദേശം? എന്താ ഒന്നും നമുക്കറിയില്ലല്ലോ. താങ്കൾ പറഞ്ഞത് താങ്കൾ ഒരു ക്ലീൻ ഫിഗറാണ് ഈ കാര്യത്തിൽ. യാതൊരു സംശയമില്ല. കാരണം ഇത് എൻ്റെ ഒരു സ്വകാര്യ ഏർപ്പാടല്ലല്ലോ. ഞാൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിനേക്കാളും ഉത്തരവാദിത്വം ഫണ്ടിൻ്റെ കാര്യത്തിലും അക്കൗണ്ട് സൂക്ഷിക്കുന്ന കാര്യത്തിലും ഒക്കെ ഉത്തരവാദിത്വം
ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി ടെക്നിക്കൽ അവിടെ ഉണ്ട്. ഗവൺമെൻറ് സെക്രട്ടറി തന്നെ ഗവൺമെൻറ്റിൻ്റെ ആളാണ്. ഇവരെല്ലാം വഴിയല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു കൃത്യമായ വരചിലവുകളില്ല, പിന്നെ ഇതിൻ്റെ കാശ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ അതിൻ്റെ യുക്തി ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് പിന്നെ അഞ്ജു ബോബി ജോർജിനെ പോലെ വളരെ പേരെടുത്ത ഒരു കായിക താരം ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ നിരുത്തരവാദപരമായ രീതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ സർ? താങ്കൾക്ക് ആവശ്യമില്ല. അത് എനിക്കും മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. മാത്രമല്ല, ഇത് ലോട്ടറിയുടെ ചരിത്രത്തിൽ ഏറ്റവും വിജയിച്ച ലോട്ടറിയാണ്. സ്പോർട്സിന് 10.5 കോടി രൂപ ലാഭം കിട്ടിയ ലോട്ടറിയാണ്. അത് ഗവൺമെൻറ് സ്പോർട്സ് വികസനത്തിന് വേണ്ടി തന്ന ലോട്ടറിയാണിത്. ആ ലോട്ടറിയാണിത്. ഇപ്പോഴുണ്ടോ സ്പോർട്സ് ലോട്ടറി? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇല്ലാത്തത് പറഞ്ഞാൽ ഒരു തവണ നമുക്ക് തന്നു. അതായത് കായിക രംഗത്തെ സമഗ്രമായ വികസനത്തിനും കായിക താരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് എന്ന നിലയിലാണല്ലോ ഈ തുക പിരിച്ചെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്. അതൊന്നും ഇനി ആവശ്യമില്ല എന്നാണോ? അല്ല, അതിന് ഗവൺമെൻറ് അനുവദിക്കണ്ടേ? അതെ, ഗവൺമെന്റ് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ ലക്ഷ്യം തന്നെ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണല്ലോ പിന്നീട് അത് പാളിപ്പോയ ഒരു കാര്യമായി മാറിയത്. ഇല്ല. സമാന തുക നിങ്ങൾ കൊടുത്തില്ല, ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അതിന്റെ പേരിലുണ്ടായി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നല്ലേ, അതൊക്കെ അഴിമതി ആരോപണം ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. ഒരു മാസം മുമ്പല്ലേ അഴിമതി ആരോപണം വന്നിട്ടുള്ളൂ. അതിന് മുമ്പ് അഴിമതി ആരോപണം ഇല്ലല്ലോ. ലോട്ടറിയുടെ പേരിൽ അഴിമതി ആരോപണം ഇല്ല. LDF ഗവൺമെൻറ് സമയത്തൊന്നും ആരോപണമില്ല, ഈ ഗവൺമെൻറ് സമയത്തും ആരോപണമില്ല. അഞ്ജു ബോബി ജോർജ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉള്ള ഉന്നയിച്ച ആരോപണം എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായി അഞ്ജു ബോബി ജോർജിന് അവരെ നിയമിച്ച UDF സർക്കാരിന്റെ കാലത്തുള്ള അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നു. പക്ഷെ അതും കടന്ന് അതിനു മുൻപുള്ള 10 വർഷത്തെ മുഴുവൻ കണക്കുകളും ഇങ്ങോട്ട് പോരട്ടെ എന്ന് അവർ പറഞ്ഞത് സദുദ്ദേശപരമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതിപ്പോൾ സദുദ്ദേശപരമാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ പറയുന്നത് അവർ ആത്മാർത്ഥമായി കുറേ കാര്യങ്ങൾ ചെയ്തു. ഉദാഹരണത്തിന് എത്തിക്സ് കമ്മിറ്റി കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരുന്നു, അത് നടപ്പായില്ല. മുഴുവൻ അഴിമതി ആരോപണങ്ങളും അന്വേഷിക്കണം എന്ന ഒരു ധാർമ്മികമായ നിലപാട് അവരെടുത്തിരുന്നു, നടപ്പായില്ല. അപ്പോൾ സദുദ്ദേശപരമല്ല എന്ന് സംശയിക്കുന്നുണ്ടോ? എത്തിക്സ് കമ്മിറ്റിയൊക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോഴാണ് LDF ഗവൺമെൻറ് വന്നതിൻ്റെ ശേഷം യോഗം കൂടിയിട്ട്. അതിന് മുമ്പുള്ള മിനിറ്റ്സിലൊന്നുമില്ല. എത്തിക്സ് കമ്മിറ്റി അതിന് ശേഷമല്ലേ കൊണ്ടുവരുന്നത്. അഞ്ജു ബോബി ജോർജിനും കൂടെയുള്ള വൈസ് പ്രസിഡൻറ്റിനും മറ്റുള്ള ആളുകൾക്ക് അറിയാലോ, ഒരു ഗവൺമെൻറ് മാറി വന്നാൽ ഈ കമ്മിറ്റി തുടരില്ല എന്നുള്ളത് ഏത് സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കും അറിയാം. അപ്പോൾ എത്തിക്സ് കമ്മിറ്റി തീരുമാനിക്കുന്നത് പിന്നെ എന്തിനായിരിക്കും സർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പത്മിനി തോമസിനെ മാറ്റി ഈ അവസാന സമയങ്ങളിൽ അഞ്ജു ബോബി ജോർജിനെ കൊണ്ടുവരാൻ ഒരു ചെക്ക് തരുമായിരുന്നു ഈ സർക്കാരിന്? അല്ല, അത് എന്താണെന്ന് പറയാൻ കഴിയില്ല. അത് അവരെ UDF ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമല്ലേ, നമുക്കറിയില്ലല്ലോ. അഞ്ജു ബോബി ജോർജിന് അപ്പോൾ മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നാണോ? അല്ല, അതൊന്നും പറയാൻ കഴിയില്ല. അല്ല, ഒരു കാരണവും ഇല്ലാതെ 10 വർഷത്തെ അഴിമതി ആരോപണങ്ങൾ അതിലെന്തോ ഒന്ന് ഉണ്ടല്ലോ. അഞ്ജു ബോബി ജോർജിനെ വേറെ ആളുകൾ ഉപയോഗിച്ചതായിരിക്കാം രാഷ്ട്രീയമായിട്ട്. അല്ലാതെ വേറെ ഒന്നും പറയില്ല. അഞ്ജു ബോബി ജോർജിനെ നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഈ ധാർമ്മികത എന്നൊക്കെ പറയുന്നത് ശ്രീ TP ദാസൻ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടി, ചില ക്വാളിറ്റി കൂടിയാണ്. ശ്രീ TP ദാസൻ, താങ്കൾ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനായിരുന്നപ്പോൾ ഇത്തരം വലിയ ആരോപണങ്ങൾ ഉണ്ടായി. ആ ആരോപണത്തിൻ്റെ കരിനിഴൽ താങ്കളുടെ മേലുണ്ട്, സത്യമാണെങ്കിലും അല്ലെങ്കിലും. പിന്നെന്തിനാണ് താങ്കൾ രണ്ടാമതൊരു വട്ടം കൂടി ഈ പദവി സ്വീകരിക്കാൻ തയ്യാറായത്? താങ്കൾക്ക് ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മാറി നിൽക്കാമായിരുന്നില്ലേ? യു കുഡ് ഹാവ് സ്റ്റാൻഡ്. അല്ല, ഈ പിന്നെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊക്കെ ഇങ്ങനെ അവസാന നിമിഷം പറയുക, നേരെ മറിച്ച് അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ കറക്റ്റ്. UDF ഗവൺമെൻറ് വന്ന ഉടനെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ കറക്റ്റ്. ഇതൊന്നുമില്ലാതെ UDF ഗവൺമെൻറ് മാറി LDF ഗവൺമെൻറ് വന്നു, ഞാൻ പ്രസിഡൻ്റായി വരാൻ പോകുന്നു എന്നുള്ള പത്രവാർത്തകൾ വന്നതിൻ്റെ ശേഷം ഉന്നയിക്കുന്ന ആരോപണമല്ലേ ഇത്? ഈ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അറ്റ്ലീസ്റ്റ് ഈ പദവിയിലേക്ക് സ്പോർട്സുമായി ബന്ധമുള്ള ഒരാളെങ്കിലും കൊണ്ടുപോയിരുത്തി. പത്മിനി തോമസിൻ്റെ കാര്യത്തിലായാലും അഞ്ജു ബോബി ജോർജിൻ്റെ കാര്യത്തിലും. പക്ഷേ താങ്കളുടെ സർക്കാർ അത് ചെയ്യുന്നില്ലല്ലോ. താങ്കൾക്ക് എന്താണ് സ്പോർട്സുമായുള്ള ബന്ധം? അല്ല, ഞാൻ അതിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചറാണ്. പിന്നെ ഞാൻ സ്പോർട്സ് രംഗത്ത് ഉള്ള ആളാണ്. 1987 മുതൽ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. 97 ഞാൻ വൈസ് പ്രസിഡൻ്റാണ് സ്റ്റേറ്റ്.
കോഴിക്കോട് ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു വളരെ കാലം മുമ്പ്. സ്പോർട്സ് രംഗത്ത് പഠിക്കുന്ന കാലം മുതൽക്ക് സ്പോർട്സ് രംഗത്തുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ പിന്നെ ടീച്ചറായി ട്രെയിനിങ് കഴിച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് വന്നത്. അതൊക്കെയുള്ള ആളാണ്. കായിക താരങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ പ്രസിഡൻ്റാവാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പാണ്. രാഷ്ട്രീയം കുറച്ച് കൂടുതൽ കടന്നു വരുന്നുണ്ടോ? എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ബിനീഷ് എന്ന കായിക താരമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ പ്രതിയാണ്. അത്തരം ഒരാൾക്ക് എന്തിനാണ് ഒരു ബർത്ത് നിങ്ങൾ അനുവദിച്ചത്? അല്ല, ബിനീഷിന് രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം DYFIൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ജില്ലാ സ്പോർട്സ് കൗൺസിലിലെ പ്രസിഡൻ്റുമായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. കഴിഞ്ഞ 5 കൊല്ലമല്ല, അതിൻ്റെ മുമ്പിലുള്ള 5 കൊല്ലം. കഴിഞ്ഞ ഇതുവരെ പ്രസിഡൻ്റായിരുന്നു. അതിനൊക്കെ ഉപരി അയാൾ യൂണിവേഴ്സിറ്റിയുടെ ബോക്സിംഗ് ചാമ്പ്യനാണ്. അത് മറന്നു പോകുന്നു പലരോടും. അതിനോടൊപ്പം മുൻ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ കേസിലെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയുമാണ്. അല്ല, പ്രതി ചേർത്തോലിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ DYFI പ്രവർത്തനം നിലക്ക് മുഖ്യമന്ത്രി എറിയാനൊന്നും അദ്ദേഹം പോകുന്നത് എനിക്ക് അഭിപ്രായമില്ല. മൂന്നാറിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്, താങ്കൾ നേരത്തെ പറഞ്ഞ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സെൻറ്റർ, മൾട്ടിപ്ലക്സ് സിന്തറ്റിക് ടർഫ് കേരളത്തിലെ പലയിടത്തുമുണ്ട്. 25 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ്. അതിൻ്റെ അവസ്ഥ കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്ക് എന്ന പോലെ കോൺക്രീറ്റിന് മുകളിൽ ചുവന്ന ചായം തേച്ച് വെച്ചിരിക്കുന്നു എന്നാണ് അഞ്ജു ബോബി ജോർജ് പറയുന്നത്. അങ്ങനെ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ കല്യാണ മണ്ഡപമായി രൂപപ്പെടുന്നു. പിരപ്പൻകോട് സ്വിമ്മിംഗ് പൂളിൻ്റെ നിർമ്മാണം, മഹാരാജാസ് കോളേജിലെ ട്രാക്കുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ നഷ്ടമായത്, ഇതൊക്കെ ഈ കൗൺസിലിന് കീഴിൽ നടക്കുന്ന അഴിമതിയായി അഞ്ജു ബോബി ജോർജ് എടുത്തു കാണിക്കുന്നുണ്ട്. താങ്കൾ വീണ്ടും അധ്യക്ഷ പദവിയിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കും? ഇതൊന്നും ഞാൻ പ്രസിഡൻ്റായ സമയത്ത് തുടങ്ങിയ പരിപാടിയല്ല. ഈ മൂന്നാർ സ്റ്റേഡിയത്തെ പറ്റിയൊക്കെയുള്ള ഇതേ അഭിപ്രായം തന്നെയാണ് നമുക്കെല്ലാം ഉള്ളത്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ അഴിമതി നടന്നു എന്നുള്ളതല്ല, അത് ശാസ്ത്രീയമായ രൂപത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ പ്രസിഡൻ്റായി വന്നപ്പോൾ അവിടെ സന്ദർശിച്ചപ്പോൾ കണ്ടത്, ആ ഗ്രൗണ്ടിന് നടുവിൽ ഒരു കുട്ടികൾക്ക് താമസിക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ കുട്ടികളെ താമസിപ്പിച്ചു. ഫുട്ബോളിൻ്റെ ഒരു പരിശീലനം അവിടെ ആരംഭിച്ചു. ഇപ്പോഴാണ് അവസാനിപ്പിച്ചത്. പക്ഷേ ആ ട്രാക്ക് പിന്നെ ഫലപ്രദമല്ല. അതൊന്നും ഇനി രണ്ടാമത് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം അവിടെ. ഇതൊന്നും ഫലപ്രദമല്ല. കണ്ണായ സ്ഥലമാണ്. ഇന്ത്യയിലെ 2ാമത്തെ കേന്ദ്രമാണ്. ദേശീയ അന്തർദേശീയ നിലവാരമുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ പോകുന്ന തരത്തിൽ കേരളത്തിലെ കായിക സംസ്കാരത്തെ നവീകരിക്കുകയൊക്കെയാണല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന സഹായം? ഇപ്പോൾ ഉദാഹരണത്തിന് PT ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ PT ഉഷ ഇത്തവണ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പരാതി, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു സാമ്പത്തിക പിന്തുണയോ ധാർമ്മികമായ ഒരു മോറൽ സപ്പോർട്ടോ ലഭിച്ചില്ല എന്നാണ്. കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ഫണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു വലിയ അളവ് വരെ കേരളത്തിലെ കായിക വളർച്ചയ്ക്ക് സഹായകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെയല്ലേ? അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഗുണകരമാകുന്ന ഈ നിലപാടെടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സം സർക്കാരിനും സ്പോർട്സ് കൗൺസിലിനും ഒക്കെ ഉണ്ടോ? അതോ ഈ പണമെല്ലാം ദൂർത്തടിച്ച് പോവുകയാണോ? ഒരു തടസ്സമില്ല. ഇതിലിപ്പോൾ സ്പോർട്സ് കൗൺസിൽ കിട്ടുന്ന ഗ്രാൻഡ് വെച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുക. ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ സ്ഥലം PT ഉഷയ്ക്കുള്ള സ്ഥലം കൊടുത്തത് ഗവൺമെൻറ്റാണ്. ആ സ്ഥലം ഗവൺമെൻറ് കൊടുത്തു. എനിക്ക് തോന്നുന്നു ഉഷ സ്കൂൾ എന്നുള്ള ആ ഒരു ധാരണ വന്നപ്പോൾ തന്നെ 15 ലക്ഷം രൂപ നായനാർ മുഖ്യമന്ത്രി ആ സമയത്ത് കൊടുത്തു. പിന്നീട് 25 ലക്ഷം എന്ന നിലക്ക് തന്നെ കൊടുത്തിരുന്നു. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അപ്പോൾ ആ ഉള്ള പ്രശ്നമായിരിക്കും. അല്ലാതെ ഗവൺമെൻറ്റിന് ഈ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന അക്കാഡമികളെ ഉഷ സ്കൂൾ പോലുള്ള സഹായിക്കാൻ തന്നെയാണ് പരിപാടി. ഈ ഗ്രാഫ് നോക്കുമ്പോൾ കേരളം മുന്നോട്ടാണോ പോകുന്നത്? ഗ്രാഫ് നോക്കുമ്പോൾ കേരളം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ കുറേ കൂടി ഫെസിലിറ്റീസ് നമുക്കുണ്ടെങ്കിൽ കേരളം ഏറ്റവും നല്ല രൂപത്തിലേക്ക് പോകും. ഓരോ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ വരുമ്പോഴും കായിക താരങ്ങൾക്കുണ്ടാകുന്ന പരാതിയും പലപ്പോഴും അവർ ഓഫ് ക്യാമറയിലെല്ലാം പങ്കുവച്ചിട്ടുള്ളത്,
സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല നിലയ്ക്കും ഈ തരത്തിൽ പരാതികൾ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസനം തീരെയില്ല എന്ന്, അവരെ കെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ വനിതാ ഹോസ്റ്റലിൽ മഞ്ഞപ്പിത്ത രോഗം വ്യാപിക്കുകയും അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അതൊക്കെ വലിയ വഷളാവുകയും വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാകാതെ പോകുന്നത്? ഇതൊരു ഭരണതലത്തിലുള്ള കഴിവുകേടല്ലേ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ ഹോസ്റ്റലുകൾ ആണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു കായിക താരങ്ങളെ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്ന കേരളത്തിലെ ഒരു പ്രധാന സെൻറ്റർ അതാണ്. സ്പോർട്സ് ഹോസ്റ്റലുകളാണ്. അത് അത്ലറ്റിക്സിൻ്റെതായാലും ഫുട്ബോളായാലും ബാക്കിയെല്ലാം ആയാലും. പക്ഷേ അതിൻ്റെ സൗകര്യങ്ങൾ ചില സ്കൂളായിരിക്കും ഉണ്ടാവുക, സ്കൂളുകളായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ കൊല്ലത്തുള്ളതൊക്കെ സ്പോർട്സ് കൗൺസിലിനെ മാനേജ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നേരത്തെയൊക്കെ ഒരു വൃത്തിയുള്ള ഹോസ്റ്റലാണ്, നല്ല ഭക്ഷണവും വൃത്തിയുള്ള ഹോസ്റ്റലായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടതാണ് എന്താണെന്നുള്ളത്. എന്തായാലും ഈ വിവരങ്ങൾ നമ്മളും മനസ്സിലാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ ഹോസ്റ്റലും ഒന്ന് പോയി പരിശോധിച്ച് നല്ല താമസവും നല്ല ഭക്ഷണമായിരിക്കണം കുട്ടികൾക്കുണ്ടാവും. ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഉള്ളതാണ്. ഹൈസ്കൂൾ കേന്ദ്രമായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവണം എന്ന്, സ്കൂളുകൾ കേന്ദ്രമാക്കിയിട്ട് സ്കൂൾ ഹോസ്റ്റലുകൾ. അതിപ്പോൾ ഹോസ്റ്റലുടെ എണ്ണം ചുരുക്കി നന്നാക്കി നടത്തണം എന്നുള്ള നിലയിലുള്ളൊരു ആലോചനയുണ്ട്. ഇപ്പം ധാരാളം ഹോസ്റ്റലുകളുണ്ട്, കോച്ചുകൾ അത്രത്തോളം വേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ധാരാളം ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ചാർജ് എടുത്തിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒന്ന്, പ്രൈമറി ആയിട്ടാണ് ഈ ഹോസ്റ്റലുകളിലുള്ളത് പരിശീലനവും മറ്റു കാര്യമുള്ളത്. മറ്റൊന്ന് വരുന്നത് ഈ സ്കൂൾ കായിക മേളയിൽ നിന്നും, അതുപോലെ യുവജനോത്സവം ഉണ്ടല്ലോ സ്കൂളുകൾ നടക്കുന്നത്, സ്കൂളുകളില്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ നടക്കുന്നത്, അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഇങ്ങനെ പലതരത്തിലും കായിക താരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇവർക്ക് ഒരു ഉയർന്ന പരിശീലനം കൊടുക്കാനുള്ള സംവിധാനം നിലക്കാണ് നമ്മൾ എലൈറ്റ് സ്പോർട്സ് അക്കാഡമി ഉണ്ടാക്കി. പക്ഷേ ആ എലൈറ്റ് സ്പോർട്സ് അക്കാഡമി നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. അത് കായിക താരങ്ങൾ വരണം. ഇപ്പോൾ ഇൻ്റർനാഷണലായി പോകുന്ന കായിക താരങ്ങളൊക്കെ ഇപ്പോൾ ഫോറിൻ കോച്ച് വേണോ നമുക്കിവിടെ കൊണ്ടുവരണം. ഈ അക്കാഡമിയിൽ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കണം അവരെ. ഒരാൾ പുറത്തേക്ക് പോകുന്നതിന് പകരം, അല്ലെങ്കിൽ രണ്ടാൾ പുറത്തേക്ക് പോകുന്നതിന് പകരം ഒരു 4-5 ചാക്ക് ഒന്നിച്ച് പരിശീലിക്കാമല്ലോ ഒരാൾ വന്നാൽ. ആ നിലയിൽ ഉദ്ദേശിച്ചിട്ടാണ് ഈ എലൈറ്റ് കോച്ചിങ് സെൻറ്റർ നമ്മൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ പറയുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതിന്, അത് പൂർത്തീകരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പരിമിതി സ്പോർട്സ് കൗൺസിൽ നേരിടുന്നുണ്ടോ? അല്ല, പരിമിതി നേരിടുന്നില്ല. നമ്മൾ ഇതുവരെയുള്ളതൊക്കെ പണ്ട് ഗവൺമെൻറ് തരാറുണ്ട്, ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തരാറുണ്ട്, എല്ലാ സ്കീമും നന്നായി പോകാറുണ്ട്. പക്ഷേ ആളുകൾ വരുന്നത് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒളിമ്പിക്സിൽ പോയിട്ടുള്ള കായിക താരങ്ങൾ, ആ കായിക താരങ്ങൾ ഒരു എലൈറ്റ് പരിശീലനത്തിന് കേരളത്തിലേക്ക് വരുന്ന നിലയിലേക്ക് വരുന്നില്ല. അതാണ് പ്രശ്നം. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അഞ്ജു ബോബി ജോർജ് ഇപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ 10 വർഷത്തെ മുഴുവൻ ആരോപണങ്ങളും അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ശ്രീദാസൻ, താങ്കൾക്ക് അതിൽ പോരായ്മകൾ അനുഭവപ്പെടുന്നുണ്ടോ? അല്ല, UDF സർക്കാരിൻ്റെ കാലത്തുള്ള എനിക്കൊക്കെ ഉള്ള ഒരു വിമർശനം എന്താ വെച്ചാൽ, സ്പോർട്സ് പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അത് സിലബസ് വരെ തയ്യാറാക്കി, അധ്യാപകർക്കുള്ള കൈപ്പുസ്തകം വരെ തയ്യാറാക്കി. ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. കായികക്ഷമതാ പദ്ധതി 3 വർഷം നന്നായി നടത്തി. അത്രേ കാലാവധി ഉണ്ടായിരുന്നുള്ളതിന്. നന്നായി നടത്തിയിട്ട് ഒരു 20% കുട്ടികളൊക്കെ കായികക്ഷമതയുള്ളൂ എന്ന് കണ്ടെത്തി.
എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടാണല്ലോ പാഠ്യപദ്ധതിയിൽ സ്പോർട്സ് ഉൾപ്പെടുത്തി ഒരു വ്യായാമമെങ്കിലും ചെയ്യിക്കാനുള്ള ഒരു പരിശീലനം വേണമെന്നിടത്തിലാണ് എത്തുന്നത്. ആ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കായികക്ഷമതയും നടപ്പാക്കിയില്ല. അപ്പോൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു സ്പോർട്സ് കമ്മീഷൻ്റെ. അപ്പോൾ ഞാൻ പ്രസിഡൻ്റായ സമയത്താണ് ആ കമ്മീഷൻ രൂപീകരിച്ചത്. പിന്നെ പാണ്ഡ്യ, പഴയ സായി ഡയറക്ടർ ജനറലായിട്ടുള്ള പാണ്ഡ്യ നല്ല റെക്കമെൻഡേഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനായിരുന്നു സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ ഉള്ള കോച്ചുമാർക്ക് തുടർ പരിശീലനം വേണം. അതുപോലെ സ്പോർട്സ് മെഡിസിൻ എന്നൊരു സംഭവം നമുക്കില്ല. പിന്നെ അതുപോലെ സ്പോർട്സ് സൈക്കോളജി എന്നൊരു സംഭവം നമ്മൾ അപ്ലൈ ചെയ്യുന്നേയില്ല കേരളത്തിൽ. അതുപോലെ സ്പോർട്സ് ന്യൂട്രീഷൻ അങ്ങനത്തെ ഒരു ഫുഡ് നമ്മൾ കൊടുക്കുന്നില്ല. ഏകദേശം അങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ലാതെ അത് വരുന്നില്ല. പിന്നെ സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സ് പോലും നമ്മൾ നടത്തുന്നില്ല. പിന്നെ അതുപോലെ സ്പോർട്സ് ജേർണലിസം. അപ്പോൾ ഇതെല്ലാം നടത്താൻ പറ്റുന്ന നിലയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊക്കെയാണ് താങ്കൾക്കുള്ള വിമർശനം. ഈ ഭരണ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്പോർട്സ് കൗൺസിലിനെ സംബന്ധിച്ച് വിശാലമായ അർത്ഥത്തിൽ അത് കേരളത്തിലെ കായിക സംസ്കാരം വളർത്താൻ പാകത്തിലുള്ളതാകണം എന്നതാണല്ലോ. ഒരു സ്പോർട്സ് മന്ത്രി എന്ന നിലയിൽ EP ജയരാജൻ്റെ പെരുമാറ്റം, ഒരു കായിക താരത്തോടുള്ള പെരുമാറ്റം ശരിയായ രീതിയിലായിരുന്നു ശ്രീദാസൻ? പക്ഷെ അങ്ങനെ പെരുമാറി എന്നുള്ളത് എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ പിന്നെ സംസാരിച്ചിരുന്നു. ഈ വൈസ് പ്രസിഡൻറ്റും പിന്നെ അഞ്ജു ബോബി ജോർജും വന്നപ്പോൾ അവർ ചില സ്കീമായിട്ടാണ് വന്നത്. ഈ എത്തിക്സ് കമ്മിറ്റിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നവർ. ലാസ്റ്റിൽ ആലോചിച്ച തീരുമാനമായിട്ടാണ് വന്നത്. അങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, അല്ല നിങ്ങളിപ്പോൾ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള കുറേ നിയമനങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചതാണ് അവരെ ആകെ ചൊടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അഞ്ജു ബോബി ജോർജിൻ്റെ ബ്രദറുടെ സഹോദരൻ്റെ നിയമനം, അജിത്തിൻ്റെ, അതെ, അത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ടെക്നിക്കലായിട്ടാണ് നിയമനം. LDA ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അന്നാണ് ജോയിൻ ചെയ്യുന്നത്. എന്നൊരു ലീവ് എടുത്ത് പോയി. ഇപ്പോൾ രാജിവെക്കുകയും ചെയ്തു പിന്നീട്. ഒരു വിദേശ പര്യടനം നടത്തി. അതെ, പിന്നെ ഇതാണ് സംഭവം. ഇത് നമ്മളൊക്കെ അതിൽ വിമർശനം ഉന്നയിച്ച ആളുകളാണ്. അതിലെന്താ, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ഗവൺമെൻറ് മാറ്റാം. പക്ഷേ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒന്ന്, ഈ കോച്ചുമാരെ നിയന്ത്രിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ. സുരേഷ് ബാബു ഇരുന്ന പോസ്റ്റാണ്, ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇരുന്ന പോസ്റ്റാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുക, കോച്ചുമാരെ നിയന്ത്രിക്കുക, അത് ഇൻസ്പെക്റ്റ് ചെയ്യുക, മറ്റ് കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെയാണല്ലോ ഇതിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വേണം, അന്തർദേശീയ കായിക താരമായിരിക്കണം, NIS ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇത് മൂന്നും പിന്നെ ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ സ്പോർട്സിന് പുറത്തുനിന്നൊരു ചോദ്യം. ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് CBI അന്വേഷണം എന്ന VSന്റെ ആവശ്യം തള്ളുകയും അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് സുപ്രീം കോടതി സംശയം പ്രകടിപ്പിക്കുകയും സർക്കാർ മറിച്ചൊരു നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മുൻപ് ഇതിന് ആരോപണ വിധേയനായ ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീദാസൻ, താങ്കൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഡെവലപ്മെൻറ്റിനെ ഇനിയും ഇത് പൂർണ്ണമായി അടഞ്ഞു എന്ന് പറയാൻ കഴിയില്ല, കാരണം VSന് വിചാരണ കോടതിയെ സമീപിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴുമുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പക്ഷേ നമ്മളെ കേസ് നേരത്തെ വിചാരണ ചെയ്ത് തള്ളിയതാണ്. വീണ്ടും CBI അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും നമ്മളത് കോടതി പിന്നെ വിചാരണ നടത്തി തള്ളിയ കേസാണ്. താങ്ക് യു വെരി മച്ച്.